വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് പുഷപ്പ് എടുക്കാൻ പറ്റുന്നില്ല എന്ന ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പുഷപ്പ് എടുക്കാവുന്നതാണ്. ഇത് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആണ് സാധാരണ പുഷപ്പിൽ നിന്ന്. ഇനി സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ പുഷപ്പ് എടുക്കാനായിട്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു പുഷപ്പ് എടുക്കാവുന്നതാണ്. സോ അരക്കെട്ടിൻ്റെ മുകളിലുള്ള ആ ഒരു ഭാഗത്താണ് ഈ ഒരു പുഷപ്പ് കൊണ്ടിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. വാൾ പുഷപ്പാണ്. അപ്പോൾ വാൾ പുഷപ്പ് എന്ന് പറയുന്നത് മറ്റു പുഷപ്പിൽ നിന്നിട്ട് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എങ്കിലും അരക്കെട്ടിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് ഷോൾഡർ, അതുപോലെ തന്നെ കൈയിലെ മസിൽസ്, ചെസ്റ്റ്, ഇവയ്ക്കൊക്കെ ആ ഒരു മൂവ്മെൻറ്റ് കിട്ടുകയും ആ ഒരു ഭാഗം നിങ്ങൾക്ക് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് വെക്കാനും ഈ ഒരു വാൾ പുഷപ്പ് കൊണ്ട് സാധിക്കും. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ചുമരിലേക്ക് നിങ്ങളുടെ കൈ എന്ത് ചെയ്യുക, ഒരു കൈ നീളത്തിൽ നിൽക്കുക. ചുമരിൽ നിന്ന് ഒരു കൈ നീളത്തിൽ നിൽക്കുക. കൈ മാത്രമേ ചുമരിൽ തൊടാൻ പാടുള്ളൂ. കുറച്ചൊന്ന് ലീനായിട്ട് നിൽക്കുക. എന്നിട്ട് കൈകൾ ചുമരിൽ വച്ച് ശരീരം മുന്നിലേക്ക് താഴ്ത്തുക, വീണ്ടും പിന്നിലേക്ക് തള്ളുക. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 10 മുതൽ 15 തവണ ആദ്യം നിങ്ങൾ എടുക്കുക. 2 സെറ്റായിട്ടാണ് എടുക്കേണ്ടത്. ഒറ്റ സ്ട്രെച്ചിൽ എടുക്കാൻ പറ്റുന്നവർക്ക് 15 to 30 വരെ മതി അതെടുക്കുക. അല്ല 2 സെറ്റായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മുതൽ 15 തവണ ഒരു സെറ്റിൽ ചെയ്യുക. അടുത്ത സെറ്റിൽ വീണ്ടും 10 മുതൽ 15 തവണ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു കൈയുടെ ആ ഒരു മസിലൊക്കെ ഒരു പിടുത്തം നിങ്ങൾ ഫീൽ ചെയ്യും. സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൈയുടെ മസിൽസിലൊക്കെ ഒരു പിടുത്തം ഉണ്ടായിരിക്കും. ചെസ്റ്റിനും നിങ്ങൾക്ക് ആ ഒരു പിടുത്തം ഉണ്ടായിരിക്കും. എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മറ്റു പുഷപ്പിൽ നിന്നിട്ടും ഈ ഒരു പുഷപ്പ് ഡിഫറെൻ്റ് ആണ് എങ്കിലും ആ ഒരു ഡിഫറൻസ് കിട്ടും. സോ കുറച്ച് നാൾ വാൾ പുഷപ്പൊക്കെ എടുത്തു കഴിയുമ്പോൾ നിങ്ങളൊന്ന് സെറ്റാകും. പിന്നെ നിങ്ങൾക്ക് ശരിക്കുള്ള പുഷപ്പ് എടുത്തു കഴിഞ്ഞാൽ അത്ര ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്